പ്രിയപ്പെട്ടവരെ, അഷ്ടമംഗല സ്വർണപ്രശ്നമെന്നും അഷ്ടമംഗല ദേവപ്രശ്നമെന്നും ജ്യോതിഷ സംബന്ധിയായി പ്രശ്നചിന്ത നമുക്ക് സുപരിചിതമാണ്. അഷ്ടമംഗല ക്രിയ ചെയ്ത് ഫലപ്രവചനം നടത്തുന്നതുകൊണ്ടും അഷ്ടമംഗല വസ്തുക്കൾ വച്ച് പൂജ ചെയ്ത് ഫലപ്രവചനം നടത്തുന്നതുകൊണ്ടും ആ പേര് അന്വർത്ഥം തന്നെ. അതിൽ അഷ്ടമംഗല വസ്തുക്കളുടെ വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അഷ്ടമംഗല വസ്തുക്കൾ എന്നതിൽ നിന്നും 8 മംഗളവസ്തുക്കൾ എന്നുള്ള അർത്ഥമാണ് ലഭിക്കുന്നത്. അതിൽ പല ആചാര്യന്മാരും പലതരത്തിലുള്ള മംഗളവസ്തുക്കളെ സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുപരമ്പരയിൽ ലഭ്യമായ 8 മംഗളവസ്തുക്കളെ ഇവിടെ ആദ്യം പരിചയപ്പെടുത്താം. അക്ഷതം, പുസ്തകം, പുഷ്പം, ദർപ്പണം, ദീപമേവ ച, പൂർണ്ണകുംഭം, നവം വസ്ത്രം, സ്വർണം ചാപ്യഷ്ടമംഗലം. അക്ഷതം നെല്ലും അരിയും ചേർന്നത്. പുസ്തകം നമുക്കറിയാം, ഗ്രന്ഥം. പുഷ്പം, ദർപ്പണം, കണ്ണാടി. ദീപം, കത്തിച്ചു വെച്ച വിളക്ക്. പൂർണ്ണകുംഭം, നിറകുംഭം. നവം വസ്ത്രം, പുതിയ വസ്ത്രം. സ്വർണം തന്നെ. ഈ 8 വസ്തുക്കളും 8 ദേവന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ഒരാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അക്ഷതം, സ്വർണം, ദീപം, ഗ്രന്ഥം, പുഷ്പം, വസ്ത്രം, ദർപ്പണം, പൂർണ്ണകുംഭം, ഇവ ക്രമത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഗുരു, ലക്ഷ്മി, സരസ്വതി, ചന്ദ്രൻ, വരുണൻ എന്നിവരാണ് പ്രതിനിധീകരിക്കുന്നത്. അതിലൊരു പ്രമാണ ശ്ലോകം ഇങ്ങനെ പറയുന്നു: ബ്രഹ്മാവിന്നംശമാണക്ഷതമിഹ ഹരിതന്നംശമല്ലോ സുവർണം, ദർപ്പണം ഹിമാംശുവിന്നംശവും വിബുധവരനുള്ളംശമേ പുസ്തകം കേൾ, വാഗ്ദേവ്യംശമുടത്താടയും മുദഘടം പാശിതന്നംശമല്ലോ, പുഷ്പം ലക്ഷ്മ്യംശവും അംബോരുഹശരനുള്ളംശമേ തൽപ്രദീപം. ഇപ്രകാരം അക്ഷതം ബ്രഹ്മാവിൻ്റെ അംശമാണെന്നും സ്വർണം വിഷ്ണുവിൻ്റെ, ഹരിയുടെ അംശമാണെന്നും ദർപ്പണം ഹിമാംശു, ചന്ദ്രൻ്റെ അംശമാണെന്നും, അവിടെ ഒരു പാഠഭേദത്തിൽ ദർപ്പണത്തിന് പകരം താമ്പൂലവും അതിൻ്റെ ആധിപത്യം മന്മഥൻ, കാമദേവനാണെന്നും ഒരു സൂചനയുണ്ട്. അതുപോലെ വിബുധവരനുള്ള അംശം പുസ്തകം, ഗുരുവിൻ്റെ അംശകം പുസ്തകമാണെന്നും, ഉടത്താട, വസ്ത്രം വാഗ്ദേവതയുടെ, സരസ്വതിയുടേതാണെന്നും, മുദഘടം, പൂർണ്ണകുംഭം, പാശി വരുണൻ്റെ അംശമാണെന്നും, പുഷ്പം ലക്ഷ്മ്യംശമാണെന്നും, ദീപം ശിവൻ്റെ അംശമാണെന്നും ഇതിലൂടെ സൂചിപ്പിക്കുന്നു. സമുൽഗദർപ്പണ സ്വർണ പുഷ്പാക്ഷതഫലാനി ച താംബൂലം ഗ്രന്ഥമിത്യഷ്ടമംഗലാനി വിദുർബുധാഃ. കുങ്കുമച്ചെപ്പ്, വാൽക്കണ്ണാടി, സ്വർണം, പുഷ്പം, അക്ഷതം, ഫലം, താംബൂലം, ഗ്രന്ഥം. അതുപോലെ താംബൂലതണ്ടുലഫലകസ്തൂരിദർപ്പണാഞ്ജനൈഃ വസ്ത്രേണ ച സമായുക്തം
സ്വർണമിത്യഷ്ടമംഗലം. താമ്പൂലം, അരി, ഫലം, കസ്തൂരി, ദർപ്പണം, കൺമഷിച്ചെപ്പ്, വസ്ത്രം, സ്വർണം ഇവയെയും അഷ്ടമംഗലമായി പറയുന്നു. അതുപോലെ കുരവം, ദർപ്പണം, ദീപം, കലശം, വസ്ത്രമക്ഷതം, അങ്കനാ ഹേമസംയുക്താചഷ്ടമംഗലമുച്യത്തെ. കുരവകം അല്ലെങ്കിൽ കുരവം വെളുത്ത മന്ദാരം, വാൽക്കണ്ണാടി, ദീപം, കലശം, വസ്ത്രം, അക്ഷതം, അങ്കന, സ്വർണം ഇവയും അഷ്ടമംഗലമായി പറയുന്നു. അതുപോലെ ദർപ്പണം, പൂർണ്ണകുംഭം ച സുവർണം നവമംബരം, അങ്കനാച അക്ഷതം ധേനുർ ദീപം ജൈവഷ്ടമംഗലം. വാൽക്കണ്ണാടി, നിറകുടം, സ്വർണം, പുതുവസ്ത്രം, സ്ത്രീ, അക്ഷതം, പശു, ദീപം മുതലായവയും അഷ്ടമംഗലങ്ങൾ തന്നെ. ദീപികാദർപ്പണം, ഹേമധാന്യപാത്രം, ഘൃതം, ദധി, പുസ്താമംഗലപാത്രീച ലൗകികം ത്വഷ്ടമംഗലം. ദീപം, വാൽക്കണ്ണാടി, സ്വർണം, ധാന്യപാത്രം, നെയ്യ്, ദധി, വെണ്ണ, പുസ്തകം, മംഗളപാത്രം, കുങ്കുമച്ചെപ്പ് ഇവയും അഷ്ടമംഗലങ്ങൾ തന്നെ. അക്ഷത, പുസ്തകം, ദീപം, ദർപ്പണം, രത്നസംപുടം, പൂർണ്ണകുംഭം, ഫലം, വസ്ത്രം, അഷ്ടമംഗല്യമുത്തമം. അക്ഷതം, പുസ്തകം, ദീപം, കണ്ണാടി, രത്നം, നിറകുടം, പഴം, വസ്ത്രം എന്നിവയും അഷ്ടമംഗലങ്ങൾ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ 8 മംഗളവസ്തുക്കളെ വെച്ചുകൊണ്ടാണ്, അതൊരു ഉരുളിയിൽ ഭംഗിയായി അലങ്കരിച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ അഷ്ടമംഗല സ്വർണ്ണ പ്രശ്നചിന്തയിൽ നവഗ്രഹ പൂജ ചെയ്ത് സ്വർണ്ണ ആരൂഢം കാണുന്നത്. അതുപോലെ ഇതിലേക്ക് ഒരുക്കി വെച്ച വസ്തുക്കളിൽ, ഈ പറഞ്ഞ 8 വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തുവാണ് പ്രഥമാനീതമായി എടുത്തു വെക്കുന്നതെങ്കിൽ ഗുരുപൂജാവിധിക്കാര്യം അഷ്ടമംഗലഭാജനെ. ഗുരുപൂജയുടെ വിധിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അഷ്ടമംഗല വസ്തുക്കളാണെങ്കിൽ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ സൂചിപ്പിച്ച അഷ്ടമംഗല വസ്തുക്കൾക്ക് ഗ്രഹങ്ങളെ പറയുന്ന ഒരു ശ്ലോകം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അഷ്ടമംഗല വസ്തുക്കളുടെ ചിന്ത നമുക്കിവിടെ സമാപിപ്പിക്കാം. താമ്പൂലം, അക്ഷതം ജൈവ ക്രമുകം, ദാരു, ഭാജനം, അംബരം, ദർപ്പണം, ഗ്രന്ഥം, ദീപമിത്യഷ്ടമംഗല. അതിൽ താമ്പൂലത്തിൻ്റെ അധിപൻ രാഹു എന്നും, അക്ഷതം ചൊവ്വയാണെന്നും, അടക്ക വ്യാഴത്തെ കൊണ്ടാണെന്നും, കുങ്കുമച്ചെപ്പ് ശനിയാണെന്നും, വസ്ത്രം ശുക്രൻ, വാൽക്കണ്ണാടി ചന്ദ്രൻ, ഗ്രന്ഥം ബുധൻ, ദീപം സ്വർണം ഇവ സൂര്യനെ കൊണ്ടും ചിന്തിക്കണമെന്ന് സൂചിപ്പിച്ചതായി അറിവുണ്ട്. നമസ്തേ.